ത്രിയ ഉപനിഷത്ത് പഠനം ക്ലാസ് 112. നമ്മൾ 49ാമത്തെ ഉപനിഷത്തായി ഭാവനോപനിഷത്താണ് നോക്കുന്നത്. അതിലിന്ന് 5ാമത്തെ ക്ലാസ്സാണ്. ഇതിൽ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ഇവയെ പറ്റിയാണ് പറയുന്നത്. എന്താണ് അതുതന്നെയാണ് ദേവി എന്നും പറയുകയാണ്. അത് ആ സൂക്തഭാഗം നമുക്ക് കേൾക്കാം. ക്രിയാശക്തി പീഠം കുണ്ഡലിനി ജ്ഞാനശക്തിർഗൃഹം ഇച്ഛാശക്തിർ മഹാത്രിപുരസുന്ദരി. ക്രിയ എന്ന ചലിപ്പിക്കുന്ന ശക്തി തന്നെ പീഠം. ജ്ഞാനശക്തിയായ കുണ്ഡലിനിയാണ് ഗുഹ്യമായത്. എല്ലാം സൃഷ്ടിക്കുവാൻ ഇച്ഛിക്കുന്ന ഇച്ഛാശക്തിയെ മഹാത്രിപുരസുന്ദരിയായി സങ്കല്പിക്കുന്നു. ഇത് തന്നെ സാക്ഷാൽ ദേവി. ക്രിയ എന്ന ചലിപ്പിക്കുന്ന ശക്തി തന്നെ പീഠം. അതായത് ക്രിയ എന്ന് നമ്മളെ കൊണ്ട് ചലിപ്പിക്കുക, നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കുക. നമ്മൾ ജനിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. ആ കർമ്മത്തെ നമ്മൾ പ്രേരിപ്പിക്കുന്ന ആ ശക്തി വിശേഷം, അതാണ് ക്രിയാശക്തി. അത് തന്നെയാണ് പീഠം എന്ന് പറയുന്നത്, ആധാരം. പീഠം എന്ന് പറയുമ്പോൾ ഇരിപ്പിടം അല്ലെ ആധാരം, ഉറച്ചത്. ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യം ഉറച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചാൽ കർമ്മം ചെയ്യുക. നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്, പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ലോക പുരോഗതിയിൽ പങ്കെടുത്തുകൊണ്ട് കാലത്തെ മുന്നോട്ടേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. അപ്പം ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഈ ഒരു കർമ്മം തന്നെയാണ്. സൃഷ്ടി തുടങ്ങിയത് മുതൽ അവസാനം സുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കുന്നത് വരെ കാലം മുന്നോട്ടേക്ക് പോകുന്തോറും പലവിധ കർമ്മങ്ങൾ, ക്രിയകൾ പലരിലൂടെ നടക്കുകയാണ്. ഈ ജീവജാലങ്ങളിലൂടെ എല്ലാം അവരെല്ലാം ഇതിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് കർമ്മം തന്നെയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. നമ്മളെല്ലാം കർമ്മം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കർമ്മം ചെയ്തേ പറ്റൂ. നമ്മൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ ആ കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ. ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ജനിച്ചതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കർമ്മം തന്നെയാണ്. ഇനിയോ ജ്ഞാനശക്തിയായ കുണ്ഡലിനിയാണ് ഗുഹ്യമായത്. ഇതിൽ രണ്ടാമത് വരുന്ന ജ്ഞാനമാണ്. രണ്ടാമതല്ല, ആദ്യം തന്നെ വരേണ്ടതാണ്. കാരണം കർമ്മം ചെയ്യേണ്ടെങ്കിൽ ജ്ഞാനം വേണം. അത് കുണ്ഡലിനി ശക്തിയാണ്. നാഡികളിലൂടെ ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കുണ്ഡലിനി വർക്ക് ചെയ്യുന്നത്. അതിലൂടെ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. കുണ്ഡലിനി എന്ന് പറഞ്ഞാൽ നാഡി സിസ്റ്റത്തിൽ വരുന്നതാണ്. പ്രാണക്ഷരം അതിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ ബുദ്ധിശക്തിയുടെ ജ്ഞാനം നേടിയിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. എന്ത് കർമ്മം ചെയ്യേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ജ്ഞാനം ഉണ്ടാകും. ജ്ഞാനമില്ലെങ്കിൽ കർമ്മം ചെയ്യാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഒരു ചൂടുവെള്ളം കുടിക്കട്ടിക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയണം. വെള്ളം എടുത്തിട്ട് പാത്രത്തിൽ വെച്ചിട്ട് അതിനുള്ള അടുപ്പെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചാലേ എന്താവുള്ളൂ? ആ ജ്ഞാനം വേണം. തീപ്പെട്ടി പോലും വരക്കാൻ അറിയാത്തവരെങ്ങനെയാണ് വെള്ളം ചൂടാക്കുന്നത്? ഇപ്പോൾ എന്ത് കർമ്മം, ഇപ്പോൾ സ്റ്റൗവേ ഉള്ളൂ, അടുപ്പൊന്നുമില്ല, സ്റ്റൗ മാത്രമേ ഉള്ളൂ. ഗ്യാസ് കത്തിക്കാൻ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? അപ്പം ജ്ഞാനമാണ്. എന്ത് കർമ്മം ചെയ്യണമെങ്കിൽ അതിൻ്റെ അറിവുണ്ടായിരിക്കണം. അറിവില്ലാതെ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? പക്ഷേ അത് രഹസ്യമായതാണ്, പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല. കർമ്മം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ കർമ്മത്തിൻ്റെ പിന്നിലൊരു ജ്ഞാനമുണ്ട്. അത് ഗുഹ്യമായതാണ്. അത് നാഡികളിലൂടെയാണ്, അല്ലെങ്കിൽ ബുദ്ധിയായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് അത് ആ ജ്ഞാനം നേടുന്നത്. അത് രഹസ്യമാണ്.
കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ട് ഒരു സയൻസ് ഉണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം ചോറ് വെക്കുമ്പോൾ നമ്മൾ അരിയും വെള്ളമെല്ലാം എടുത്തിട്ട് ചൂടാക്കിയിട്ട് ചോറുണ്ടാക്കും, പക്ഷേ അവിടെ ഒരു സയൻസ് നടക്കുന്നുണ്ട്. അതേതോ ബുദ്ധിമാന്മാരെ പണ്ട് ആ തത്വമെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ അരിയിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ചോറ് കിട്ടും, അത് തിന്നാൻ കൊള്ളാം എന്നെല്ലാം മുൻകാലത്തിൽ ആരോ ബുദ്ധിമാന്മാർ അങ്ങനെ ചെയ്ത് മനസ്സിലാക്കിയിട്ട് തന്നതാണ്. ആ ഒരു ജ്ഞാനമാണ് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിന് പിന്നിലുള്ളത്. സാധാരണ തിന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് അടുക്കളയിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കാത്ത ഒരാൾക്ക് ഒരു ദിവസം വീട്ടിൽ ആരുമില്ല, താൻ ഒറ്റക്കാണെങ്കിൽ ഒരു കഞ്ഞി പോലും വെക്കാൻ അവനറിയില്ല. എങ്ങനെയാണ് കഞ്ഞി വെക്കേണ്ടതെന്ന് അവനറിയില്ല. എന്താ വേണ്ടത് കണ്ടു പരിചയമില്ല എങ്കിൽ. അപ്പം ജ്ഞാനമുണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്ത് ചെറിയൊരു കാര്യമാണെങ്കിലും ജ്ഞാനമുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ജ്ഞാനമാണ് അതിൻ്റെ അടിസ്ഥാന. പക്ഷേ അത് ഗുഹ്യമായതാണ്. നമ്മൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് പലതും ചെയ്തു പോകുന്നുണ്ട്. ഇപ്പം തേങ്ങ ആട്ടിയിട്ട് എണ്ണ എടുക്കണ്ടിട്ട് നമ്മൾ തേങ്ങ ഒരിക്കും, വെയിലത്തിട്ട് ഉണക്കും, കൊണ്ടുപോയി ആട്ടുന്ന മെഷീനിൽ കൊണ്ട് കൊടുക്കും, ആട്ടിയിട്ട് എണ്ണ എടുക്കും. പക്ഷേ ഇതെല്ലാം എത്രയോ ആൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് ഉണക്കിയിട്ട് ഇങ്ങനെ ചക്കിലിട്ട് ആട്ടിക്കഴിഞ്ഞാൽ എണ്ണ കിട്ടുന്നല്ല അവർ ഗവേഷണം എന്തെല്ലോ പാടുപെട്ടിട്ട് കണ്ടുപിടിച്ചതാണ് ആ ജ്ഞാനമെല്ലാം. അത് നമ്മളിങ്ങടുത്തങ്ങ് പ്രയോഗിക്കുന്നു, പക്ഷെ നമുക്കറിയില്ല ഇതിൻ്റെ പിന്നിൽ ഇത്രയും വലിയ ജ്ഞാനമുണ്ട്. നമ്മൾ ചെയ്യുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇപ്പം നമുക്കൊരു തലവേദന വന്നാൽ പാരസെറ്റമോൾ അല്ലെങ്കിൽ തലവേദനൻ്റെ ഗുളിക വാങ്ങിയിട്ട് കഴിക്കും. നമുക്കതിൻ്റെ അകത്ത് സയൻസ് ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ സയൻസിലോട്ട് ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിച്ച സാധനമാണ് നമ്മളെടുത്ത് കഴിക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ഗവേഷണമുണ്ട്. ഒരു ശാസ്ത്രജ്ഞന്മാരെല്ലാം പല ഗവേഷണങ്ങളും നടത്തിയിട്ട് കണ്ടെത്തിയതാണ് ഈ സാധനം കഴിച്ചാൽ തലവേദന പോകും, തലവേദന എങ്ങനെ ഉണ്ടാകുന്നതെന്നെല്ലാം ജ്ഞാനമെല്ലാം അതിലുണ്ട്. അപ്പോൾ ഇത് എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ജ്ഞാനമുണ്ടെങ്കിലേ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് അത് ഗുഹ്യമായത്. അത് കുണ്ടലിനിയായിട്ട് ബന്ധപ്പെട്ട, അതായത് ബുദ്ധിശക്തി, നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനശക്തി. ഒരു കർമ്മമാണ് എല്ലാത്തിൻ്റെ ഇരിപ്പിടമെങ്കിലും ആ കർമ്മം ചെയ്യേണ്ടിക്ക് ജ്ഞാനമുണ്ടായേ പറ്റുള്ളൂ. എല്ലാം സൃഷ്ടിക്കുവാൻ ഇച്ഛിക്കുന്ന ഇച്ഛാശക്തിയെ മഹാത്രിപുരസുന്ദരിയായി സങ്കല്പിക്കുന്നു. അത് തന്നെയാണ് സാക്ഷാൽ ദേവി. ആ ജ്ഞാനം നേടേണ്ടെങ്കിലും കർമ്മം ചെയ്യേണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്ത് വേണം? ഒരു ഇച്ഛാശക്തിയും കൂടി വേണം. ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുള്ളൂ. ഇപ്പം കർമ്മം ചെയ്യണ്ടെങ്കിൽ ഒരു ഇച്ഛാശക്തി വേണം. ആ ഇച്ഛാശക്തി ഉണ്ടാകുമ്പോഴാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്യണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ജ്ഞാനവും നമുക്ക് വേണം. ഇത് മൂന്നും ഒരു കൂട്ടാണ്. അതുകൊണ്ടാണ് മഹാത്രിപുരസുന്ദരി എന്ന് സങ്കല്പിക്കുന്നു എന്നേ പറഞ്ഞിട്ട് അതിനെ മഹാത്രിപുരസുന്ദരി എന്ന നിലയിൽ സങ്കല്പിച്ചിട്ട് അതാണ് സാക്ഷാൽ ദേവി എന്ന് പറയുകയാണ്. ദേവി എന്ന് പറയുമ്പോൾ പുരുഷനും പ്രകൃതിയും, പ്രകൃതിയാണ് ദേവി. പ്രകൃതിയിൽ നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം ദേവിയായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പറയുന്നത്. പുരുഷൻ അതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തിയും ഒരു പ്രേരക ശക്തിയും, അതിൽ നിന്നും കർമ്മം ചെയ്യുന്നത് പ്രകൃതിയാണ്. പ്രകൃതി അതിൽ നിന്നാണ് പ്രകൃതി അതിൻ്റെ ദ്വയമാണ്. ആ പ്രകൃതിയിലാണ് ഈ കർമ്മങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പം അവിടെ ദേവി തന്നെയാണത്. പുരുഷനും പ്രകൃതി എന്ന നിലയിൽ പ്രകൃതിയാണ് ഇവിടെ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങൾക്കും പിന്നിൽ. ആ സംഭവവികാസങ്ങൾക്ക് പിന്നിൽ എന്തുണ്ട്? ഒരു ഇച്ഛാശക്തിയുണ്ട്. ആ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ് കർമ്മം ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ തോന്നും ആ ശരി ഒരു വീട് വെച്ച് കളയാം, അപ്പം നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കും. ഇല്ല നടക്കുമ്പോഴാണ് ഈ കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള ജ്ഞാനം ഉണ്ടാണ്. ജ്ഞാനം ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ കയറിയിട്ട് ഒരു സാധനം ഉണ്ടായിക്കളയാന്ന് വെച്ചിട്ട് ഇപ്പം
ഒരു ഭക്ഷണം, പുതിയൊരു ഭക്ഷണം നമ്മൾ ഉണ്ടായിക്കാം, അല്ല നമുക്കറിയാതെ അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങി തിരിച്ചാൽ കറി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നു? ഇച്ഛ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ക്രിയ ചെയ്യാൻ താല്പര്യം ഉള്ളത് കൊണ്ടും കാര്യമില്ല, ജ്ഞാനവും കൂടി വേണം. അപ്പം ഇത് മൂന്നും കൂടിയതാണ് ത്രിപുര സുന്ദരിയായിട്ട് ചിത്രീകരിച്ചിട്ട് അതാണ് ദേവി എന്ന് പറയുന്നത്. ആ സങ്കല്പം, ഈ മൂന്ന് സങ്കല്പങ്ങൾ കൂടിയിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്, പ്രപഞ്ചം എന്ന പ്രകൃതി ഉണ്ടായിരിക്കുന്നത്. ആ പ്രകൃതിയുടെ പിന്നിലുള്ള ആ ശക്തി വിശേഷത്തെയാണ് ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ആ ദേവി ഏതിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ മൂന്ന് ഗുണങ്ങളിൽ, ഈ മൂന്ന് ഫങ്ഷനിലൂടെയാണ്. ഇച്ഛാശക്തി, ആദ്യം ചെയ്യണമെന്നുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാകണം. ബ്രഹ്മത്തിനൊരു പ്രപഞ്ചം സൃഷ്ടിക്കണമെന്നുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടായപ്പോഴാണ് അത് സൃഷ്ടിക്കാൻ ഇറങ്ങിയത്. അത് സൃഷ്ടിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്തത് വേദങ്ങളെ സൃഷ്ടിക്കുകയാണ്, സയൻസ്, ജ്ഞാനം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനനുസരിച്ച് പ്ലാനെല്ലാം ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ക്രിയാശക്തി ഉപയോഗിച്ചത്, സൃഷ്ടിക്രമം തുടങ്ങിയത്. അപ്പോൾ ഇച്ഛാശക്തിയിൽ നിന്ന് തുടങ്ങി ക്രിയയിലേക്ക് എത്തുന്നതിനെക്കാട്ടി മുമ്പിൽ അതിനു വേണ്ട ജ്ഞാനവും സംഭരിച്ചിട്ടാണ് ക്രിയയിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇത് മൂന്ന് കൂടിയാൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. അതിനെ ത്രിപുരസുന്ദരി അഥവാ അത് തന്നെയാണ് സാക്ഷാത് ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ത്രിപുരസുന്ദരി എന്ന് പറയുന്നത് ഈ മൂന്ന് ശക്തി വിശേഷങ്ങളും ഒത്തുചേരുമ്പോഴാണ്. ഇത് ഒത്തുചേരുമ്പോഴാണ് കർമ്മങ്ങളെല്ലാം നടക്കുന്നതും പുതിയൊരു സൃഷ്ടി ഉണ്ടാവുന്നതും. പുരുഷന് ഓപ്പോസിറ്റായിട്ടുള്ള പ്രകൃതി, ആ പ്രകൃതി ഉണ്ടാകുന്നത്, പുരുഷനും പ്രകൃതി ഉണ്ടാകണമെങ്കിൽ ഈ മൂന്നെണ്ണവും ഒത്തുചേരുമ്പോഴാണ്. അത് ദേവീ സങ്കല്പമാണ്. അത് ത്രിപുര സുന്ദരിയായിട്ട് ചിത്രീകരിച്ചു.